ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിരുക്കുറളിന്റെ 42ാമത്തെ അധികാരമാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 41ലും ഓരോ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം ഇത് തുടങ്ങി രാജധർമ്മം, വിദ്യ, ഇഗ്നറൻസ്, ഇന്ന് നമ്മൾ ശ്രവണം എന്ന് പറയുന്ന ഒരു അധ്യായത്തിലാണ് നിൽക്കുന്നത്. സോ ശ്രവണം, കേൾവി, അരുൾ, അതിനെങ്ങനെയാണ് നമുക്ക് അരുൾ നോളജ്, അതിനെങ്ങനെയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ഇന്ന് ശ്രദ്ധിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. സ്ലൈഡ്. ഓക്കെ. செல்வத்துள் செல்வம் செவிச்செல்வம் அச்செல்வம் செல்வத்து எல்லாம் கலை. ഇവിടെ തിരുവള്ളുവർ എന്നുള്ള കവി ഒരു വാക്കുകൊണ്ട് തന്നെയാണ് മൊത്തം ഇങ്ങനെ ആ ശ്രവണത്തെ കുറിച്ചുള്ള ഒരു അമ്മാനാടിയിട്ടുണ്ട്. സെൽവത്തുൾ സെൽവം സെവിച്ചെൽവം അച്ചെൽവം സെൽവത്ത് ഇവർക്കെല്ലാം തലൈ. സെൽവം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത് എന്നുള്ള വാക്കാണ് സെൽവം. ആ വാക്ക് വെച്ച് നോക്കുമ്പോൾ സെൽവത്തുൾ സെൽവം செவிச்செல்வம் அச்செல்வம் செல்வத்து எல்லாம் தலை. செவியால் கேட்டறியும் செல்வம் செல்வங்களுள் ஒன்றாக போற்றப்படும் செல்வமாகும். அச்செல்வம் செல்வங்கள் எல்லாவற்றிலும் தலையானதாகும். കേട്ടറിയുന്ന സമ്പത്താണ് പ്രശംസിക്കപ്പെടുന്ന സമ്പത്ത്. ആ സമ്പത്ത് മറ്റു ഉള്ളവയെക്കാളും ശ്രേഷ്ഠമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വാക്ക് സെൽവത്തുൾ, ആർജിക്കാവുന്ന ധനങ്ങളിലും സമ്പത്തിലും വെച്ച് സെൽവം ശ്രേഷ്ഠമായ സമ്പത്ത്, ചെവിച്ചെൽവം ശ്രുതി കേൾവി സമ്പത്ത് തന്നെയാണ്. അച്ചെൽവം ആ സമ്പത്താകട്ടെ സെൽവത്തുൾ എല്ലാം മറ്റെല്ലാ സമ്പത്തിലും വെച്ച് തലയ്ക്കുമാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 42 അർത്ഥപ്രകരണം രാജധർമ്മം വിഭാഗത്തിൽ ഭാഗം 2 ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾവി അല്ലെങ്കിൽ ശ്രവണം, ഓറൽ നോളജ്. ആമുഖം. കേൾവിയിലൂടെ അഥവാ ചെവിയിലൂടെ സമ്പത്ത് നേടുന്നത്, അതാണ് സമ്പത്തിന്റെ സമ്പത്ത്. എല്ലാ സമ്പത്തിലും പ്രധാനവും അതുതന്നെ. ചെവിക്ക് ഭക്ഷണമില്ലാത്തപ്പോൾ, അതായത് കേൾക്കാൻ ഒന്നും ഇല്ലാത്തപ്പോൾ വയറ്റിന് അല്പം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വയറിന് കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് കേൾവി എന്നർത്ഥം. ഈ ലോകത്ത് ചെവിയുടെ ഭക്ഷണമായ ഉപദേശം ആസ്വദിക്കുന്ന ആളുകൾ യാഗങ്ങളുടെ ഭക്ഷണം ആസ്വദിക്കുന്ന ദേവന്മാർക്ക് തുല്യരാണ്. അത്രമാത്രം മനുഷ്യൻ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ വിദ്യയില്ലാത്തവനാണെങ്കിലും അവൻ പണ്ഡിതന്റെ ഉപദേശം ശ്രദ്ധിക്കട്ടെ. യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ സ്കൂളിലോ ഒന്നും പോയി പഠിച്ചില്ലെങ്കിൽ പോലും, ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നല്ല ആളുകളിൽ നിന്ന് കേൾക്കണം. അതവന് പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു വലിയ ഊന്നുവടിയായി. ഒരുപാട് മനുഷ്യരുണ്ട്, വലിയ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല, പക്ഷെ അവര് വലിയ വലിയ
സുന്ദരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചില ആളുകളുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ചില ആളുകളുടെ പുസ്തകങ്ങൾ, അവരെഴുതിയ പുസ്തകങ്ങള് അത് ഒരുപക്ഷെ PGക്ക് വരെ കുട്ടികൾ ഇന്ന് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നമ്മൾ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഖുറാൻ 411. செல்வத்தில் செல்வம், செவிச்செல்வம், அச்செல்வம், செல்வத்துள் எல்லாம் தலை. സമ്പത്തിൻ സമ്പത്ത്, ശ്രവണ സമ്പത്തതേ സമ്പത്തിലൊക്കെയും മുഖ്യം. കേട്ടു നേടിയ അറിവ് പ്രശംസിക്കപ്പെടുന്നു. മറ്റേതൊരു സമ്പത്തിനേക്കാളും ഉയർന്ന ദിവ്യത്വമുള്ളതാണ് അത്. ഇങ്ങനെയാണ് മലയാളത്തിൽ കവി പറയുക: കേൾവിയാൽ നേടിടും നേട്ടം സമ്പത്തുക്കളൊന്നുതാൻ, സർവസമ്പത്തിലും ശ്രേഷ്ഠം കേൾവി സമ്പത്ത് തന്നെയാണ്. ഓവർ. Thank you, sir. Chapter 42, Sravana Jnana. Chapter 42 of the Tirukural, Kelvi, hearing, oral knowledge, emphasizes the importance of listening to wise counsel and learned teachings. Imagine a gentle stream, its waters carrying not pebbles or sand, but the very essence of wisdom. That is the image chapter 42 of the Tirukural, Kelvi, oral knowledge, evokes. It is a chapter that celebrates the profound sweetness and transformative power of listening. Think of it as a feast for the mind, where the ears are the discerning palate, savoring the rich flavors of learned words. Tirukural, with his characteristic elegance, unveils the truth that Treve's wealth isn't found in coffers overflowing with gold, but in the depths of understanding gained through attentive listening. This chapter isn't merely about hearing, it is about the art of absorbing, reflecting, and internalizing the wisdom that flows from the lips of the learned. It paints a picture of individuals whose minds are nourished by these precious words, elevating them to a state of intellectual and spiritual grace. Like a garden that blossoms under the gentle caress of rain, the mind flourishes when nurtured by the food of the ear. Chapter 42 invites us to open our ears not just to sounds, but to the symphony of wisdom that can guide us towards a life of enlightenment and fulfillment. It gently reminds us that the most valuable treasures are often those we receive not with our hands, but with our hearts and minds, through the simple yet profound act of listening. Sacred verse 4:11 consistently emphasizes the superior value of knowledge acquired through hearing, oral learning, compared to other forms of wealth. Selvathul selvam, cheviselvam, achayalvam, selvathul ellam thalai. Knowledge earned through hearing is praised. It is of higher dignity than any other wealth. सुनने वाला संपत्ति ही प्रशंसनीय है, ज्ञान की संपत्ति वही संपत्ति सबसे श्रेष्ठ संपत्ति भी है. The inherent value of oral knowledge. The Tirukural considers Kelvi, hearing, oral knowledge as a primary source of wisdom. This is because listening to learned individuals and wise teachings allows
one to absorb knowledge that has been refined through experience and deep thought. This kind of knowledge is not merely information, it is a pathway to understanding, discernment, and ethical conduct. Why it is superior to other wealth? Permanence. Material wealth is transient and can be lost. However, knowledge gained through hearing becomes an integral part of one's being, remaining a constant source of strength and guidance. Intrinsic value. Material wealth's value is often extrinsic, depending on external factors. Oral knowledge, on the other hand, has intrinsic value, enriching the individual's character and intellect. Guidance and wisdom. Oral knowledge provides guidance for navigating life's challenges, fostering wisdom and ethical decision making materials. Material wealth cannot offer this kind of support. Spiritual wealth. The knowledge gained through listening to spiritual teaching is considered to be the highest of wealth. Key concepts from the Thirukural. The idea that wealth of wealth is wealth acquired by ear attend reinforces that oral learning is the most valuable asset. The emphasis on listening to wise counsel highlights its role in personal growth and societal harmony. In essence, the Thirukural advocates for a life dedicated to seeking and absorbing knowledge through listening, recognizing it as a form of wealth that surpasses any material possession. Thank you, sir. செல்வத்துள் செல்வம் செவி செல்வம் அச்செல்வம் செல்வத்துள் எல்லாம் தலை. குறள் 412. செவிக்கு உணவு இல்லாத பொழுது சிறிது வயிற்றுக்கும் ஈயப்படும். செவிக்கு கேள்வியாக உணவு இல்லாத போது அதற்கு துணையாக உடலை ஓம்புமாறு வயிற்றுக்கும் சிறிது உணவு தரப்படும். ചെവിക്ക് കാതുകൾക്ക് ഉണവില്ലാതെ പൊഴുത് ഉത്തമ ഭാഷണങ്ങളും ആകുന്ന സദ്യ ഭക്ഷണം ലഭ്യമല്ലാത്ത അവസരങ്ങൾ മാത്രം ചെറുത് ഒരല്പം ഭക്ഷണം വയറ്റുക്കും വയറിനും ചെയ്യപ്പെടും നൽകാവുന്നതാണ്. ഓവർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. രാജധർമ്മം. കേൾവി അഥവാ ശ്രവണം. കുറൾ 412. ചെവിക്ക് ഉണവു ഇല്ലാതെ പൊഴുതു ചിറുതു വയറ്റുക്കും ഈയപ്പെടും. കാതിനൂണില്ലാത്ത വേളയിൽ ഇത്തിരി സ്വാദു തന്നുദരത്തിനാവാം. കാതിനൂണില്ലാത്ത വേളയിൽ ഇത്തിരി സ്വാദു തന്നുദരത്തിനാവാം. കേൾക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവിധ രസങ്ങളും കലർന്നതും ആസ്വാദ്യമായ രുചിഭേദങ്ങൾ നിറഞ്ഞതും മനസ്സ് പൂർണ്ണമാക്കുന്നതുമായ ജ്ഞാനഭാഷണം എന്ന സദ്യ കാതുകൾക്ക് ലഭിക്കാതെ വരുന്ന അവസരങ്ങളിൽ ഒരൽപ്പം ഭക്ഷണം ഉദരപൂരണത്തിനായും നൽകാവുന്നതാണ്. ഉദരപൂരണം അപ്രധാനമാണെന്നും അറിവ് സമ്പാദനമാണ് പ്രധാനം എന്നും ഇവിടെ വിവക്ഷിക്കുന്നു. ശ്രവണം എന്നാൽ കേട്ടതെല്ലാം അതിൻ്റെ പദങ്ങളുടെ അർത്ഥം വെച്ച് ഒരു കുറിപ്പെഴുതാൻ കഴിയണം. ശ്രവണം കഴിയുക എന്ന് പറഞ്ഞാൽ കേട്ട, പഠിച്ച, വായിച്ച ഒരു വിഷയത്തെ കുറിച്ച് ഒരു കുറിപ്പെഴുതാൻ കഴിയുക എന്നുള്ളതാണ്. സംഗ്രഹം എഴുതാൻ കഴിയണം. തർക്കശാസ്ത്രത്തിൽ ഇതിനെ പൂർവപക്ഷം എന്ന് പറയുന്നു.
ശ്രവിക്കുന്നവ ഒരു വ്യക്തിയുടെ പുരോഗതിക്ക് ഉതകുന്നവയാണോ എന്ന് കരുതലോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രീമദ് ഭാഗവത ശ്ലോകം ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം അർച്ചനം വന്ദനം ഹാസ്യ സഖ്യം ആത്മനിവേദനം പാദസേവനം. 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങളിൽ ഒന്നാണ് ശ്രവണം. ഒരു ഭക്തൻ ഭഗവാനിൽ എത്തിച്ചേരാൻ ഈ 9 ഭക്തിമാർഗങ്ങളിലൂടെ കടന്നു പോകണം. ഇതിൽ ശ്രവണം, കീർത്തനം എന്നിവയാണ് പരമപ്രധാനമായവ. അതുപോലെ ഒരാൾ ജീവിത പ്രശ്നങ്ങളോടെ നമ്മളെ കാണാൻ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ പരിഹാരമില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് പകുതി ആശ്വാസമാകും. ഇംഗ്ലീഷിൽ ഇതിന് പറയും ലെൻഡിങ് ദി ഇയർ, ചെവി കൊടുക്കുക എന്ന്. ഭക്തജനങ്ങൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അവിടെ സാഗൂതനായി ദൈവവിഗ്രഹം നമ്മെ തന്നെ ശ്രദ്ധിക്കുന്നതായും എന്റെ കാര്യങ്ങളെല്ലാം ദൈവം കേൾക്കുന്നതായും സ്വീകരിക്കുന്നതായും തോന്നുന്ന ഭക്തന് തെല്ലൊരാശ്വാസവും ഇതിന് പരിഹാരം ലഭിക്കുമെന്ന തോന്നലും ഉണ്ടായാൽ തന്നെ നല്ല കാര്യമാണ്. കേൾവിജ്ഞാനം ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും ബലമുള്ളതാണ്. ചെവി കണ്ണിനേക്കാളും നാവിനേക്കാളും സ്പർശനത്തെക്കാളും സുഗന്ധമറിയുന്ന മൂക്കിനേക്കാളും എല്ലാ ഇന്ദ്രിയങ്ങളെക്കാളും അധികം ശക്തിയുള്ള ഒരു ഇന്ദ്രിയമാണ്. നിരന്തരം ശ്രവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വരുന്നു. ഉദാഹരണമായി വരാഹ ഭഗവാന്റെ പുത്രനായ നരകൻ എങ്ങനെ അസുരനായി? അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു മുരാസുരൻ. നിരന്തരം ദോഷം മാത്രം പറയുന്ന മുരാസുരന്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ കേട്ട് ഈശ്വരന്റെ പുത്രൻ അസുരനായി. ഏതാണോ സദാസമയം നമ്മൾ കേൾക്കുന്നത് അത് നമ്മുടെ സ്വഭാവമായി മാറും. ഒരാൾ ഏതിനെയും എന്തിനേയും കുറ്റം പറയുന്നയാളാണെങ്കിൽ അയാളുമായി സഹവസിക്കുന്നവരും അതേ സ്വഭാവത്തിലേക്ക് മാറുന്നു. ഉദാഹരണമായി ചിലർ ഏതാഹാരം കഴിച്ചാലും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു കുറവ് കണ്ടെത്തും. അതിന്റെ ഫലമോ ആ കഴിച്ച ആഹാരം അയാളുടെ ശരീരത്തിനോട് യോജിച്ചു പോകാൻ കഴിയില്ല. അതായത് അതിൽ നിന്ന് ലഭിക്കേണ്ട ഊർജം മുഴുവനായി ലഭിക്കില്ല. അതുതന്നെയാണ് ആധുനിക കണ്ടുപിടുത്തമായി നാം പറയുന്ന മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നല്ല കാര്യങ്ങൾ കേട്ടു വളരാൻ സാഹചര്യം ലഭിക്കുന്നവർ നല്ല മനുഷ്യരായി തീരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഗുരുവായി സ്വീകരിച്ച വിവേകാനന്ദൻ മഹത് വചനങ്ങളുടെ പ്രതിരൂപമായി മാറി. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, തന്റെ ഈ വിജയങ്ങൾക്കെല്ലാം കാരണം എന്റെ അധ്യാപകനായ രാമേശ്വരം പ്രൈമറി സ്കൂളിലെ ശിവ സുബ്രഹ്മണ്യ അയ്യർ എന്ന സയൻസ് അധ്യാപകനാണ്. അദ്ദേഹം പറയുന്നു, അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ he radiates knowledge and he radiates purity of life. നോക്കൂ, തന്റെ വാക്കുകൾ ശ്രവിച്ച ഒരു ശിഷ്യനെങ്കിലും ജീവിത വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ ഗുരുവിന്റെ ജീവിതം ധന്യമായി. ഇവിടെ ഈ കുറലിൽ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. എല്ലാം തികഞ്ഞെന്നുള്ള വിചാരത്തെക്കാൾ മറ്റു രാജാക്കന്മാരിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ രാജ്യം നഷ്ടപ്പെടുമെന്നും തദ്വാര രാജാവല്ലാതായി തീരുമെന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു രാജാവ് യഥാർത്ഥ ലോക നായകനായി മാറുന്നതെന്നും ഈ കുറളിലൂടെ തിരുവള്ളുവർ ഭരണാധിപന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കുറൾ 412. ചെവിക്ക് ഉണവു ഇല്ലാതെ പോയതു
ചിറിതു വൈറ്റിക്കും ഈയപ്പെടും. കാതിനൂണില്ലാത്ത വേളയിൽ ഇത്തിരി സ്വാദു തന്നുദരത്തിനാവാം. താങ്ക് യു. ഓവർ. കുറൽ 412. ചെവിക്ക് ഉണവ് ഇല്ലാതെ പൊഴുതു ചെറുതു വയറ്റിക്കും ഈയപ്പെടും. When no food for ears, some food shall be given to stomach. Knowledge is important than foods. We may think of some food for the stomach, meaning when there is no food for the ear, give a little also to the stomach. ചെവിക്ക് ഉണവ് ഇല്ലാതെ പൊഴുതു ചെറുതു വയറ്റിക്കും ഈയപ്പെടും. താങ്ക് യു. ഓവർ. കുറൽ 412. ചെവിക്ക് ഉണവില്ലാതെ പൊയ്തു ചെറുത് വയറ്റിക്കും ഈയപ്പെടും. കുറൽ 413. സാറേ അഡ്മിറ്റ് ചെയ്യണേ. സാർ ഔട്ടായി പോയി. സാറിനെ കാണുന്നില്ല. വന്നു ഇടയ്ക്ക് പുറത്തായി പോയി. ഓക്കെ. ഓക്കെ. செவி உணவின் கேள்வி உடையார் அவி உணவின் ஆண்டோடு ഒപ്പർ നിലത്ത്. ചെവി ഉണവിൻ കാതുകൾക്ക് സദ്യയായി, കേൾവി ശ്രുതി ശ്രവണം ഉടയാർ നേടുന്നവർ നിലത്ത് ഈ ഭൂമിയിൽ തന്നെ ഉള്ളവരെങ്കിലും അvi ഹവിസ് ഉണവിൻ ഭക്ഷിക്കുന്നവരായ ആണ്ടോരോട് ദേവന്മാരോട് ഒപ്പർ തുല്യം നിൽക്കുന്നവരാണ്. ഓവർ. താങ്ക് യു സർ. കുറൽ 413. ചെവിയുണവിൻ കേൾവി ഉടയാർ അവിയുണവിൻ ആൻഡാരോട് ഒപ്പർ നിലത്തു. കാതിനൂണായി ശ്രവണമുള്ളോർ ഹവിസുണ്ണും ദേവർക്ക് തുല്യം നിലത്തും. ജ്ഞാനസമ്പാദനത്തിന്റെ ആദ്യത്തെ പടിയാണ് ശ്രവണം. കേൾവിജ്ഞാനം പ്രധാനം. ചെറിയവൻ ചൊന്നാലും ചെകിട്ടിൽ പോണം എന്ന് പറയാറുണ്ട്. അതിലും ഉണ്ടാകും ചിലത്. ജ്ഞാനികൾ വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ സാരവും മറ്റും വിശദമായി വ്യാഖ്യാനിച്ചു പറയുന്നത് കേൾക്കുക. ശ്രദ്ധയോടെ ഉൾക്കൊള്ളുക. അറിവ് തികഞ്ഞവരുടെ ചൊല്ലുകൾ കേൾക്കുന്നതിലൂടെ നമുക്ക് സ്വന്തം അറിവും വർദ്ധിപ്പിക്കാനാകും. അറിവില്ലാത്തവരിലേക്ക് അത് കൈമാറാനും കഴിയും. അറിവിന്റെ ഉറവ് തന്നെയാണ് ശ്രവണം. കാതുകൾക്ക് ഇമ്പവും മനസ്സിന് നിർവൃതിയും പകരുന്ന വിജ്ഞാന ഭാഷണത്തെ ഊണായി കരുതുന്നവർ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നവരാണെങ്കിലും അവർ ഹവിസുണ്ണെന്ന ദേവന്മാർക്ക് തുല്യരാകുന്നു. കാതിനൂണായി ശ്രവണമുള്ളോർ ഹവിസുണ്ണും ദേവർക്ക് തുല്യം നിലത്തു. താങ്ക് യു. അവരെ അൺമ്യൂട്ട് ചെയ്യണേ. 413 states, ചെവി ഉണർവിൻ കേൾവി ഉടയാർ അവിയുണർവിൻ ആൻഡാരോട് ഒപ്പർ നിലത്തു. This translates to those who possess the food of ear, knowledge through hearing, are on earth equal to the gods who partake of ambrosia, nectar. Here is a breakdown. ചെവി ഉണർവ്, food of the ear. This refers to the knowledge and wisdom gained through listening to learned individuals and wise teachings. Ambrosia, aviyunarvu. In ancient Indian mythology, ambrosia is the nectar that the gods consume, granting them immortality and divine bliss, equal to gods, Andarodu Oppa. This signifies that those who possess knowledge through
hearing attain a state of intellectual and spiritual elevation that is comparable to the divine bliss experienced by the gods. Explanation. Thiruvalluvar is not suggesting that these individuals become physically immortal. Instead, he highlights the profound joy and fulfillment that comes from intellectual and spiritual enlightenment. The knowledge they acquire through listening elevates their minds and spirits, allowing them to experience a state of bliss that is akin to the divine nectar. It also symbolizes that they live a life of higher quality and are respected like gods. The comparison to gods emphasizes the immense value and transformative power of oral knowledge. In essence, Quran 413 portrays those who diligently seek and acquire knowledge through listening as individuals who attain a state of intellectual and spiritual fulfillment that elevates them to a near divine status. ग्रहण वाले लोग पृथ्वी पर जीना अमृत खाए देवों के समान है. Those having knowledge through hearing, through living on earth is equal to gods eating nectar. Thank you, sir. കുരൾ 413. ചെവി ഉൺപിൽ കേൾവി ഉടയാൾ അവയുൺപിൻ അൻഡാരോട് ഒപ്പർ നിലത്ത്. കുരൾ 414. கற்றிலன் ஆயினும் கேட்க அஃது ஒருவர்க்கு ഒർക്കത്തിൻ ഊറ്റാം തുണை. കറ്റിലനായനും ഒരുവൻ സ്വന്തം നിലയ്ക്ക് ഉത്തമ ഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവ് നേടാത്തവനായിരുന്നാലും ശരി, കേൾക്ക അത് യഥാവിധി പഠിച്ചറിഞ്ഞ് വിദ്വാൻമാർ സദസ്സുകൾ അവയുടെ തത്വം വിശദീകരിച്ച് പറയുന്നത് കേൾക്കുക. അത് ആ ശ്രവണ സംസ്കാരം ഒരുവർക്ക്, അങ്ങനെ കേൾക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒർക്കത്തിൽ അവന് തളർച്ച വരുമ്പോൾ ഊറ്റാം തുണൈ താങ്ങുന്ന ഒരു സഹായമാവും, ഊന്നുവടി പോലെ. ഓവർ. 42. കർണജ്ഞാനം, ശ്രവണം, അർത്ഥപ്രകരണം. ഖുറൽ 414. കറ്റിലനായിനും കേൾക്ക അനതൊരുവർക്കു ഒർക്കത്തിൽ ഊറ്റാം തുണൈ. അല്ലലിൽപ്പെട്ടു പോമതു വിൽത്താനു നന്നാകും വിദ്യാവിഹീനന് വിജ്ഞാനികൾ. അഭ്യസിക്കായിലും കേൾക്ക തളർച്ചയിലെത്തുന്ന ഊന്നുകോൽ പോലെ. അറിവുള്ളവന്റെ വാക്കനുസരിച്ചാൽ വീഴാൻ പോകുന്ന കെട്ടിടത്തിൽ നിന്ന് ഊന്നുകോൽ പോലെ പ്രയോജനപ്പെടും എന്നാണ് പറയുന്നത്. സ്വന്തം നിലയ്ക്ക് അറിവ് പഠിച്ച് പറയുന്നവന്റെ വാക്കുകൾ കേട്ട് നാം അനുസരിക്കുക. വിദ്യ എന്നത് കേട്ടും പഠിക്കും. അതിന് പ്രത്യേക പാഠശാലയോ വിദ്യാകേന്ദ്രമോ വേണം. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ സ്കൂളിന്റെ പുറത്തിരുന്ന് പഠിച്ചതായിട്ട് ഞാൻ ഇവിടെ വായിച്ചൊരു ഓർമ്മ എനിക്ക് ഉണ്ടാകും. പഠിച്ചാണ് മിടുക്കനായത്. അകത്ത് പോയി പഠിക്കാനുള്ള എന്തോ സാഹചര്യം ഇല്ലായിരുന്നു. അറിവുള്ളവന്റെ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ തളർന്നു വീഴാൻ പോകുന്ന ഒരാളിനെ താങ്ങി നിർത്തും. സത്യവാക്കുകളുടെയും സുഭാഷിതങ്ങളുടെയും ശക്തിയും മേന്മയുമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. സത്യവാക്കുകൾ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്ക് യു. കുറൽ 414. കറ്റിലൻ ആയിനും കേൾക്ക അത് ഒരുവർക്ക് ഒർക്കത്തിൻ ഊറ്റാം തുണൈ. Though uneducated, we should ask and study from scholars. It will help one like walking stick in feeble stage. Although a man be without learning,
let him listen to the teaching of the learned. That will be to him a staff in adversity. This is a couplet of Valluvar, often quoted with a smile to emphasize the importance of acquiring learning to the utmost by listening to the discourses of wise men in seminars and conferences. കറ്റിലൻ ആയിരം കേൾക്ക അത് ഒരുവർക്ക് ഉറക്കത്തിൻ ഊറ്റാം തുണൈ. താങ്ക് യു. ഓവർ. കുറൾ 414. കറ്റിലൻ ആയിനും കേൾക്ക അത് ഒരുവർക്ക് ഓർക്കത്തിൽ ഊറ്റാം തുണൈ. കുറൾ 415. ഇഴുക്കൽ ഉടയുഴി ഊറ്റുകോൽ അറ്റേ ഒഴുക്ക് മുടയോർ വായ്ച്ചൽ. മനുഷ്യർക്ക് ഇഴുക്കൽ ഉടൈ കുഴി. വഴുക്കിലുള്ള നിലത്ത് നടക്കുമ്പോൾ ഊറ്റുകോൽ ഊന്നുവടി എങ്ങനെയാണോ സഹായിക്കുന്നത്, അറ്റേ അതുപോലെ ആണ് ജീവിത ചാഞ്ചാല്യങ്ങൾപ്പെട്ട് കാൽ ഇടറുമ്പോൾ ഒഴുക്കം ധർമ്മം ഉടയാർ സ്വീകരിച്ചിട്ടുള്ളവരുടെ ജ്ഞാനികളായ മഹാത്മാക്കളുടെ വായ്ച്ചൽ വാക്കുകൾ തുണയ്ക്കുന്നത്. ഓവർ. സാർ, ഞാനേ 415 എഴുതിയിരിക്കുന്നത് എനൈത്താനും നല്ലവൈ കേൾക്ക എന്നുള്ള കുറളാണ്. അത് 416 14 പക്ഷെ ഞാൻ അതിനെ കുറിച്ച് എഴുതിയത്. സാരല്ല, അപ്പം ഞാൻ അത് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വായിച്ചേക്കാം. അല്ലെങ്കിൽ 16 ആരാ പറയണ്ടേ? 16 14 ഇത് പറയാൻ പറ്റുമോ? 16 ഞാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ. 16 15 സാറേ. 15 ഞാൻ വന്നിട്ടുണ്ട്. കർണജ്ഞാനം അർത്ഥപ്രകരണം. എനൈത്താനും നല്ലവൈ കേൾക്ക അനൈത്താനും 415 സാറേ പറയാനുണ്ട്. 415. ഇഴക്കൽ ഉടയുഴി ഊറ്റുകോലറ്റേ ഒഴുക്ക ഉടയാർ വായ്ച്ചൽ. വാഴുന്നതൊരു ഊഴിയിൽ നടക്കോലു പോലാകും സജ്ജനഭാഷിതം മൂടർക്കു നിശ്ചയം. വഴുക്കും നിലത്തുന്നു കോലുപോലത്രേ ഒഴുക്കുമുറ്റോരുടെ വായ്ച്ചൊൽ. എന്ന് വെച്ചാല് വഴുതുന്ന തറയിൽ ഊന്നുവടി എത്രത്തോളം പ്രയോജനപ്പെടുമോ അതുപോലെ സജ്ജനങ്ങളുടെ വാക്ക് അറിവില്ലാത്തവരെ രക്ഷിക്കും. സജ്ജനങ്ങളുടെ വാക്ക് നാം അനുസരിക്കുക. സജ്ജനങ്ങൾ അഥവാ ഗുണശീലൻ, ഇവരുടെ വാക്കുകൾ വഴുതുന്ന സ്ഥലത്ത് ഊന്നുവടി എത്രത്തോളം പ്രയോജനപ്പെടുമോ അത്രയ്ക്ക് പ്രയോജനപ്രദമാകും എന്നാണ്, നമുക്ക് സഹായകമാകും. സജ്ജനങ്ങളുടെ വാക്കുകളും സുഭാഷിതങ്ങളും കേൾക്കുന്നതും അനുസരിക്കുന്നതും ധർമ്മമാണ്. അധർമ്മ ചിന്തകൾ മനസ്സിൽ കുടിയേറാതിരിക്കാൻ ഗുണശീലന്മാരായ വിദ്വാൻമാരുടെ വാക്കുകൾ കേൾക്കണം. ഇഴുക്കൽ ഉടയുഴി ഊറ്റുകോലറ്റേ ഒഴുക്കം ഉടയാർ വായ്ച്ചൊൽ. അഴുക്കും നിലത്തൂന്നു കോലുപോലത്രേ ഒഴുക്കമുറ്റോരുടെ വായ്പുചൊൽ. താങ്ക് യു സർ. ഹലോ. താങ്ക് യു സർ. ഇഴുക്കൽ കുറൽ 415. ഇഴുക്കൽ ഉടയൂഴി ഊറ്റുകോൽ അറ്റേ ഒഴുക്കം ഉടയാർ വായ്പുചൊൽ. വഴുക്കും നിലത്തൂന്നു കോലുപോലും അത്രേ ഒഴുക്കുമറ്റോരുടെ വായ്പുചൊൽ. Words of pious men are like walking sticks, preventing skidding on slippery floor. ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന് പിന്നിലും വിഡ്ഢിയുടെ ഹൃദയം അവന്റെ നാവിന് തുമ്പത്തുമത്രേ. അലി ഇബ്നു അബി താലിബ്, നബിയുടെ സഹചാരി, അദ്ദേഹത്തിന്റെ
പ്രമുഖമായ ഒരു വചനമാണിത്. അതുപോലെ തന്നെ നബി തിരുമേനി ഒരിക്കൽ തൻ്റെ സഹാബാക്കളോട്, സുഹൃത്തുക്കളോട് പറഞ്ഞു, ലോകത്തിൽ നിനക്ക് ഒരു കഴിവുമില്ലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കലാണ് നിന്റെ ഏറ്റവും മഹത്തരമായ കഴിവ്. അത് തന്നെയാണ് നിനക്ക് വേണ്ടതും. മാത്രമല്ല, മനുഷ്യന് സൃഷ്ടാവ് വളരെ വിഷം കലർന്ന ഒരു മാംസകഷ്ണം ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് അവന്റെ നാവ് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും നബി തിരുമേനി പലപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. ആ ജീവിതത്തിൽ നല്ല വാക്കോതുവാൻ എപ്പോഴും ത്രാണി ഉണ്ടാകണം എന്ന സച്ചിന്ത ഒരുവനെ മറ്റുള്ളവരെക്കാളും മഹത്വമുള്ളവനാക്കുന്നു. മാത്രമല്ല, വേർഡ്സ് ഫ്രം ദ ലിപ്സ് ഓഫ് upright men are like a steady staff in a slippery place. That means it emphasizes the value of seeking and heeding the advice of virtuous and righteous individuals when one faces difficulties, uncertainties, or moral disturbance in life. The guidance of those with integrity can provide stability, direction, and prevent one from making mistakes. The main highlights that good advice is especially valuable in difficult times. പൂജ്യരായ മഹത്തുക്കളുടെ ചൊല്ലും വാമൊഴിയൊക്കെയും വഴുക്കിൽ താങ്ങും ഊന്നായി ജീവിതത്തിൽ തുണച്ചിടുമെന്നതാണ് മലയാള വ്യാഖ്യാനം. അതായത് ചില വാക്കുകൾ കടലിനെ പോലും അശുദ്ധമാക്കുമെന്ന് നബിവചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നാവിനെ ഉപയോഗിക്കുക. നല്ല വിത്തുകൾ വിതയ്ക്കുന്നത് മാത്രമാകണം നമ്മുടെ ഭാഷണവും. മേന്മയോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ഊഷ്മളതയും ആകർഷണീയതയും ഉണ്ടാകുന്നു. പരുഷമായ വാക്കുകൾക്ക് പകരം സ്നേഹത്തോടെയും വിനയത്തോടെയുമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും തത്സമയം നിറയ്ക്കുന്നു. ചെറിയ വാക്കുകളായ നന്ദി, ദയവായി, ക്ഷമിക്കണം വാക്കുകൾ ഇവരുടെ മുഖത്ത് മാറി മറിയുന്ന പല ഭാവങ്ങളും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നല്ല വാക്ക് ഒരു പുഞ്ചിരിക്ക് വക നൽകുന്നു എന്ന് മാത്രമല്ല, സൗഹൃദത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു. നല്ല വാക്ക് ചൊല്ലുവാനും നല്ല കാര്യം ചെയ്യുവാനും നല്ല കൂട്ടരായി കൂടുവാനും നല്ലവരായി വളരാനും ഈശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ. താങ്ക് യു. സർ. കുറൾ 415. ഇഴുക്കൽ ഉടൈ ഈറ്റുക്കോലറ്റെ ഒഴുക്കം ഉടയാർ വായ്ച്ചൽ. കുറൾ 416. இணைத்தானும் நல்லவை கேட்க அனைத்தானும் ஆண்ட பெருமை തരും. ഒരുവൻ നല്ലവൈ, ആദ്യത്തെ ഒരു രണ്ടാമത്തെ വാക്കാണ് നല്ലവൈ. സത്ഭാഷണങ്ങൾ ഇണൈത്താനും ആദ്യത്തെ വാക്ക്. അത് എത്ര ചെറിയ തോതിലായിരുന്നാലും ശ്രദ്ധാപൂർവം കേൾക്കണം. ആ ശ്രവണ സംസ്കാരം അവന് അനിത്താനും അത്രത്തോളമെങ്കിലും ആന്റെ പെരുമ നിറവുറ്റ മഹത്വം നൽകും. താങ്ക് യു സർ. കുറൽ 416. എനൈത്താനും നല്ലവൈ കേൾക്ക അനൈത്താനും ആന്റെ പെരുമൈ തരും. എത്ര ചെറുതാകിലും നന്മ കേൾക്കണം, അതിനൊത്തതാം മഹിമയത് നൽകും. കേൾവിയിലൂടെയും ശ്രവണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവാണ് ഓറൽ നോളജ്. ശബ്ദം, സംസാര ഭാഷ, സംസാരം എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമുള്ള ഫലപ്രദമായ ഒരു രീതിയാണ് ഓറൽ ലേണിംഗ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തലച്ചോറിന്റെ ഓഡിറ്ററി കോണ്ടെക്സ്റ്റ് ഓറൽ ലേണിംഗിൽ
ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഓഡിറ്ററി സ്റ്റിമുലസിനെ പ്രോസസ് ചെയ്ത് അർത്ഥവത്തായ വിവരങ്ങളാക്കി മാറ്റുന്നു. ഈ പ്രോസസ് മെമ്മറി റീകോൾ ചെയ്യുന്നതിനും കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എത്ര കുറച്ചായാലും ശരി, സദ്ഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരുവന് ആ കേൾവിയിലൂടെ ലഭിക്കുന്ന സംസ്കാരം അത്രത്തോളം മഹത്വം നൽകുന്നു. രത്നാകരൻ എന്ന കൊടും കൊള്ളക്കാരൻ നാരദമുനിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന്റെ വാക്കുകൾ രത്നാകരനെ ആദികവിയായ വാൽമീകിയായി പരിവർത്തനം ചെയ്യപ്പെട്ടതും ആദികാവ്യമായ രാമായണം രചിക്കപ്പെട്ടതും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. സദ്ഭാഷണങ്ങൾ കേൾക്കുന്നത് വഴി ഒരു വ്യക്തിക്ക് തെറ്റിൽ നിന്ന് ശരിയെ വേർതിരിച്ചറിയുന്നതിനും സ്വയം വീണ്ടെടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുമുള്ള കഴിവിന്റെ തെളിവാണ്. എത്ര ചെറുതാകിലും നന്മ കേൾക്കണം, അതിനൊത്തതാം മഹിമയത് നൽകും. താങ്ക് യു. So this Qural 416 emphasizes the importance of being open to wisdom, no matter how minor it may seem. Every bit of goodness we hear and internalize contribute to our own growth. Even a tiny amount of good advice or wisdom is valuable. Listening to good things, no matter how small, enriches the mind and soul. And there is nothing superior to absorbing wisdom, even in small doses. കുറൾ 416. എന്നെത്താനും നല്ലവൈ കേൾക്ക അനേത്താനും ആന്റെ പെരുമയെ തരും. 417. பிழைத்துணர்ந்தும் பேதைமை சொல்லார் ഇഴത്തുണർന്നും തീണ്ടിയ കേൾവിയവർ. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഇഴത്തുണർന്നും, രണ്ടാമത്തെ വരിയായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഇഴത്തുണർന്നും വസ്തു സത്യങ്ങളെ സൂക്ഷ്മമായി ആരാഞ്ഞ് അറിഞ്ഞവരും. ഈണ്ടിയ അല്ല അടുത്ത വാക്ക്, അതിനും പുറമെ സമൃദ്ധമായ രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് കേൾവിയവർ. കേൾവി ജ്ഞാനം ഉള്ളവരും ആയ മഹത്തുക്കൾ. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇഴത്തുണർത്തും, അബദ്ധവശാൽ പോലും പേദമൈ അവിവേകം വിപുലമായ വാക്കുകൾ പറയുകയില്ല. ഓവർ. തിരുക്കുറൾ ഭാഗം 2, രാജധർമ്മം. അധികാരം 42, കേൾവി അഥവാ ശ്രവണം. സമ്പൂജ്യ തിരുക്കുറൾ രചിച്ച തിരുവള്ളുവർ എന്ന മഹാകവിയെ സ്തുതിച്ചുകൊണ്ട്. പിഴൈത്തുണർந்துം പേதைமை ചൊല്ലാർ ഇഴൈത്തുണർന്നീണ്ടിയ കേൾവിയവർ. പിഴയായും അവിവേകം ചൊല്ലിട സൂക്ഷ്മമാം അറിവിന്മേൽ ശ്രവണവും ചേർന്നോർ. പിഴയായും അവിവേകം ചൊല്ലിട സൂക്ഷ്മമായ അറിവിന്മേൽ ശ്രവണവും ചേർന്നോർ. വസ്തു സത്യങ്ങളെ സൂക്ഷ്മമായി ആരാഞ്ഞ് അറിഞ്ഞവരും അതിന്മേൽ കേൾവിയിലൂടെ നേടിയ സംസ്കാരം ഉള്ളവരുമായ വിദ്വാൻമാർ അബദ്ധത്തിൽ പോലും അവിവേകം നിറഞ്ഞ വാക്ക് പറയുകയില്ല. അതെ, ഒരു നിർഭൻ വസ്തുതകളെ സൂക്ഷ്മമായി അന്വേഷിച്ച് അക്കാര്യത്തിന്റെ സത്യാസത്യങ്ങൾ മനസ്സിലാക്കി താൻ കേട്ടറിഞ്ഞ കാര്യത്തിൽ നല്ലൊരു തീരുമാനത്തിലെത്തുന്നതിന് പര്യാപ്തനാകണം. എന്തെങ്കിലും കേട്ടപാടെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നു സാരം. പണ്ട് ദൂതന്മാർ വഴിയായിരുന്നു രാജാക്കന്മാർ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്.
പലപ്പോഴും ദൂതന്മാരാൽ ഭരണാധിപന്മാർ വഞ്ചിക്കപ്പെടുകയും സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് തന്റെ കുറളിലൂടെ വിവരങ്ങൾ കൈമാറുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാലങ്ങളും ദേശങ്ങളും പിന്നിട്ട് കുറൾ മറ്റു മഹത് ഗ്രന്ഥങ്ങളുടെ ഒപ്പം നിൽക്കുന്നതും ഈ ഗുണം കൊണ്ട് മാത്രമാണ്. സൂക്ഷ്മമായ നിരീക്ഷണ പാടത്വവും സ്വന്തം നിലയ്ക്ക് ആർജിച്ച ജ്ഞാനവും അതിന്മേൽ ശ്രവണം കൊണ്ട് നേടിയ സംസ്കാരവും ഉള്ള വിദ്വാൻമാർ അബദ്ധത്തിൽ പോലും അവിവേകം നിറഞ്ഞ വാക്ക് പുറപ്പെടുവിക്കുകയില്ല. ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അനർഹമായ രീതിയിൽ നമ്മെ ഒന്നും നേടാൻ പ്രേരിപ്പിക്കാതിരിക്കണം. പണ്ഡിതരും നേതാക്കന്മാരുമൊക്കെ വസ്തുതകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വേണം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ജനങ്ങൾ നമ്മെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സൂക്ഷ്മതയും സംസ്കാരവും കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. സൂക്ഷ്മത പാലിക്കുന്നവരെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നു. നമ്മുടെ ഭരണഘടനാ ശില്പി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: സ്വാതന്ത്ര്യം എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമായുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഒരർത്ഥവുമില്ല. കാരണം ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ അസ്വതന്ത്രരാക്കിയ, ഒരുപക്ഷെ ഇപ്പോഴും അസ്വാതന്ത്ര്യത്തിന്റെ രൂപമാണ് ജാതി വ്യവസ്ഥ. നല്ലൊരു നിരീക്ഷകനു മാത്രമേ കീഴ്ജാതിക്കാരുടെ ഉന്നമനത്തിനായി ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ. ദളിതരുടെ ശബ്ദമായ ഡോക്ടർ അംബേദ്കർ ഗാന്ധിജിയുമായുള്ള മറ്റൊരു കൂടിക്കാഴ്ചയിൽ പറയുന്ന ഒരു വാക്യം ഇതാണ്: മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. അതായത് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയാതെ വരിക, ഉടുക്കാൻ അനുവാദമില്ലാതെ വരിക, കുട്ടികളെ സ്കൂളുകളിൽ ചേർത്ത് പഠിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലായ്മ, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളില്ല. അങ്ങനെയുള്ളവർക്ക് എവിടെയാണ് മാതൃരാജ്യം? അംബേദ്കർ ഈ വിഷയം ഗാന്ധിജിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അയിത്തോച്ചാടനത്തെ സുപ്രധാന വിഷയമാക്കി തന്റെ ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയാക്കി ഗാന്ധി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ ഗാന്ധിജി വസ്തു സത്യങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയും അതിന്മേൽ താൻ ശ്രവിച്ച കാര്യം സാമൂഹിക ദോഷമാണെന്ന് കണ്ടെത്തുകയും പിന്നീട് അങ്ങോട്ടുള്ള സ്വാതന്ത്ര്യ പ്രയാണത്തിൽ അയിത്തോച്ചാടനം ഒരു പ്രധാന വിഷയമാക്കുകയും ചെയ്തു. ഇവിടെ വിവേകിയായ ഗാന്ധിജിയെ നാം കാണുന്നു. സൂക്ഷ്മതയിൽ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും തമ്മിലുള്ള 2 കൂടിക്കാഴ്ചകളാണ് ഗാന്ധിജി എന്ന വിവേകിയെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം മതസ്വാതന്ത്ര്യവും വേണമെന്ന ആശയത്തിൽ എത്തിച്ചേരാൻ സഹായിച്ചത്. അതെ, സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വസ്തുതകളെ നോക്കിക്കാണുകയും അതിന്മേൽ കേൾവിയിലൂടെ നേടിയ സംസ്കാരമുള്ളവരുമായ വിദ്വാൻമാർ അബദ്ധത്തിൽ പോലും വിവേകമില്ലാത്തൊരു വാക്കുപോലും പറയുകയില്ല. ഒരു രാജാവിന്റെ യശസ്സിന് ഈ ഗുണങ്ങൾ തീർച്ചയായും ഉണ്ടാകണം. വസ്തുതകളെ സൂക്ഷ്മമായി ആരാഞ്ഞ് മനസ്സിലാക്കാനും അതിലൂടെ കേൾവിയിലൂടെ നേടിയ സംസ്കാരമുള്ളവരുമായിരിക്കണമെന്നും അങ്ങനെയുള്ളവർ അറിയാതെ പോലും അബദ്ധത്തിൽ പോലും അവിവേകം നിറഞ്ഞ വാക്ക് പറയുകയില്ലെന്നും ഈ കുറളിലൂടെ രാജധർമ്മത്തിന്റെ സോപാനങ്ങൾ തിരുവള്ളുവർ കാട്ടിക്കൊടുക്കുന്നു. കുറൾ 417. പിഴை തുണർந்துം പേதைமை சொல்லார் இழை துணர்ந்தீண்டிய கேள்வியவர்.
പിഴയായും അവിവേകം ചൊല്ലിട, സൂക്ഷ്മമാം അറിവിന്മേൽ ശ്രവണവും ചേർന്നോ. താങ്ക് യു. ഓവർ. Tirukural, Kural 417 state that even if the understanding might be a little faulty, those who listen and analyze what they have heard will not talk nonsense. Though the knowledge attained through just the listening process might not be complete, one can analyze what he has heard and thus improve his knowledge by himself. At least you will not prove yourself as an idiot in the assembly of scholars, but might put in a word or two here and there. Even if sharp minds grasp matters wrongly, they won't say nonsense even by mistake. എപ്പോഴും കേൾക്കുകയും വിശകലനം ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നവർ അബദ്ധവശാൽ പോലും അസംബന്ധം പറയുകയില്ല എന്ന് സാരം. ഓക്കെ, താങ്ക് യു. 417 പിഴை துணர்ந்தும் பேதமை ചൊല്ലാർ ഇഴை തുണർന്നീണ്ടിയ കേൾവി അവർ. 418 മന്ദസറ കേൾക്കുന്നില്ല. മന്ദസറ കേൾക്കുന്നില്ല. സാറ് മ്യൂട്ടാ. ഓക്കെ. കേൾപ്പിനും കേളാ തകയവേ കേൾവിയാൽ തോൽക്കപ്പെടാതെ ചെവി. അതിൽ ആദ്യത്തെ വാക്ക് കേൾപ്പിനും. സാധാരണ നിലയിൽ കേൾവി ഉള്ളവ തന്നെ എന്നിരിക്കലും അവസാനത്തെ വാക്ക്, ആദ്യത്തെ വരിൽ അവസാനത്തെ വാക്ക് കേൾവിയാൽ. മഹത്തുക്കളിൽ നിന്നുള്ള വിജ്ഞാന ഭാഷണങ്ങൾ കേൾക്കുന്നതിന് തോൽക്കപ്പെടാതെ, തുറക്കപ്പെടാതിരിക്കുന്ന ചെവി, കാതുകൾ, കേളാത്ത കയ്യവേ കേൾവിയില്ലാത്തവ തന്നെയാണ് പതിരങ്ങൾ ആയി മാറുന്നുണ്ട്. സാധാരണ ശബ്ദങ്ങൾ കേട്ടാലും ഇങ്ങനെ മഹത്തുക്കളുടെ വചനങ്ങൾ കേൾക്കാത്ത ചെവി പതിരുകൾക്കൊപ്പമാണ് എന്ന് കവി പറഞ്ഞു നിർത്തും. കുറൽ 418 കർണജ്ഞാനം ശ്രവണ അർത്ഥപ്രകരണം. കേൾപ്പിനും കേളാത്തകയ്യ വേ കേൾവിയാൽ തോൽക്കപ്പെടാതെ ചെവി. കേൾക്കിനും ബധിരങ്ങൾ വിജ്ഞാന ഭാഷണത്താൽ തുറന്നീടാത്ത ചെവികൾ. ശ്രാമ്യമാൻ ജ്ഞാനത്തെ ആർജിക്കായിക ശ്രോത്രങ്ങൾ ബാധിതത്വമാർന്നതാം ഫലപ്രാപ്തിയോർക്കുകൽ. ലോകകാര്യങ്ങളെ കേട്ടറിഞ്ഞ് അറിവ് സമ്പാദിക്കണം. ലോകത്ത് നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ് നാം സമ്പാദിക്കുക. അങ്ങനെ സമ്പാദിക്കാത്ത അറിവ് നേടാൻ സാധിക്കാത്ത ചെവികൾ, അത് തുറന്നിരുന്നാലും ബഹിരത്വം സംഭവിച്ചതാണ്. അങ്ങനെ ആ ചെവി കൊണ്ടൊരു ഫലവും നമുക്ക് ഉണ്ടാകുന്നതല്ല. ലോകകാര്യങ്ങൾ കേട്ടറിഞ്ഞ് ജ്ഞാനം സമ്പാദിക്കും. ജ്ഞാനം സമ്പാദിച്ചില്ലെങ്കിലോ ആ കർണങ്ങൾ കേൾവി നഷ്ടപ്പെട്ടതുപോലെ ബധിര ആയതാണ്. ശ്രവണജ്ഞാനരഹിതർ ബധിരർക്ക് സമമാണ്. കേട്ടറിവില്ലാത്തവർ ഒന്നും കേൾക്കില്ല, അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നതാണ്. ശ്രവിക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കും അവരുടെ ആസ്വാദന തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർ ചിലത് കേട്ടാലും കേട്ടില്ലെന്ന് നടിക്കുന്നു. ചിലർക്ക് കേട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അവർ ശ്രദ്ധിക്കുകയില്ല. എന്ത് കേട്ടാലും ഒന്നിലും അവർ ശ്രദ്ധയില്ലാതെ അങ്ങനെ സ്വന്തം കാര്യം നോക്കി നടക്കും. അങ്ങനെയുള്ളവർക്ക് ചെവി കൊടുത്തിട്ടും കാര്യമില്ല, അവർ ബധിരരെ പോലെയാണെന്നാണ് പറയുന്നത്. അതിനാൽ നാം കേട്ടറിഞ്ഞ അറിവ് സമ്പാദിച്ച് ജ്ഞാനം സമ്പാദിക്കണം. ജ്ഞാനമാണ് വലുത്.
കേൾപ്പിനും കേളാത്ത കയ്യവേ കേൾപ്പിയാൽ തോൽക്കപ്പെടാതെ ചെവി. കേൾക്കിലും ബധിരങ്ങൾ വിജ്ഞാന ഭാഷണത്താൽ തുറന്നിടാത്ത ചെവികൾ. Thank you, sir. പറയണോ? കുരൽ 418. കേൾപ്പിനും കേളാ തകയ്യവേ കേൾവിയാൽ തോൽക്കപ്പെടാതെ ചെവി. കേൾക്കിലും ബധിരങ്ങൾ വിജ്ഞാന ഭാഷണത്താൽ തുറന്നിടാത്ത ചെവികൾ. The ear which can't decipher knowledge through listening is equal deafness, though it can hear any sound. World likely continue to speak to the value of listening and good counsel, since it comes in the kelvi. It will most likely to about the importance of listening to wise words. 4:18 Quran. It might emphasize the importance of hear, one, listen, or the qualities of the listener, and also speak about what kind of knowledge is worth listening to. The ear which has not been poured by instruction, although it hears, is deaf. Wealth of wealth is wealth acquired by ear attend. When there is no food for the ear, give a little also to the stomach. Those who in this world enjoy instruction, which is the food of the ear, are equal to the gods who enjoy the food of the sacrifices. Ears that have not been drilled by instruction, though they hear one deaf. അതായത് 418 കുരൽ കേൾവിയിലൂടെ നേടുന്ന അറിവിന്റെ വിലയെക്കുറിച്ചും അത്തരം അവസരങ്ങൾ ഇല്ലാത്തപ്പോൾ മാത്രം ശാരീരിക ആവശ്യങ്ങളായ വിശപ്പ് തുടങ്ങിയവയ്ക്ക് അല്പം പ്രാധാന്യം നൽകേണ്ടതിനെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബുദ്ധിപരമായ വളർച്ചയ്ക്കും വിവേകത്തിനും അറിവ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഖുറലിലൂടെ തിരുവള്ളുവർ നമ്മോട് വ്യക്തമാക്കുന്നു. അതിനാൽ അറിവ് നേടാനുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും അത് ലഭ്യമല്ലാത്ത സമയങ്ങളിൽ പോലും മിതത്വം പാലിച്ച് ജീവിതം നയിക്കേണ്ടതിൻ്റെയും ആവശ്യകത അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. The ear which has not been bored by instruction എന്നുള്ളത് അതാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. It suggests that even if someone is physically able to hear, if their mind hasn't been opened the knowledge through listening, they won't truly understand or benefit from what they hear. വിജ്ഞാനധ്വനി കേറാത്ത കർണങ്ങൾ ധ്വാനമേൽക്കിലും ഓട്ടയില്ലാത്ത ബാധിച്ചതിന് തുല്യമാകുന്നു. അതായത് കേൾവിയാൽ നേടിയിടും നേട്ടം സമ്പത്തുക്കളിൽ ഒന്നുമില്ലതാന്. സർവസമ്പത്തിലും ശ്രേഷ്ഠം കേൾവി തന്നെയാണ് സമ്പത്ത് എന്നതാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർണങ്ങൾ കന്നമാകുന്ന കേൾവി അല്പം കുറഞ്ഞിടിൽ ഒപ്പമായി വയറിന് അല്പം ശമനമേകാം. പഠിച്ചില്ലേലും വിദ്വാൻമാരുടെ ഭാഷണം കേൾക്കണമെന്നത് തന്നെയാണ് പ്രധാനം. എങ്കിൽ നമുക്കത് വാർദ്ധക്യദശയിൽ ഊന്നുവടി പോലെ ഒരു അത്താണിയായി മാറും. കേൾക്കാനുള്ള ക്ഷമയും സമാധാനവും ഉണ്ടായിരിക്കുക എന്നത് വിശിഷ്ടമായ ഒരു ഗുണശീലം തന്നെയാണ്. അതുകൊണ്ട് നല്ല വാക്കു കേൾക്കണം, നന്മ കേട്ടു വളരണം,
നല്ല വാക്കോതണം, നല്ല വൃത്തി നേടണം, നന്മയെങ്ങും കാണണം, നന്മയെങ്ങും കേൾക്കണം, നന്മയെ വാഴ്ത്തണം, നന്മ നമ്മെ വാഴ്ത്തണം. താങ്ക് യു. ഓവർ ടു യു സർ. റോയ് സർ. ഓക്കെ. അക്കുറൾ 4:18. கேட்பினுங்களா, கேயவே கேள்வியால் തോൽക്കപ്പെടാതെ ചെവി. 419. നുണങ്ങിയ കേൾവിയർ അല്ലാർ, വണങ്ങിയ വായിനർ ആദൽ അരുത്. നുണങ്ങിയ സൂക്ഷ്മമായ കേൾവിയറല്ലാർ, ശ്രുതിജ്ഞാനം ഇല്ലാത്തവർ, വണങ്ങിയ വിനീതമായ സഭ്യമായ വായിനർ ആദൽ, വാക്കുകൾ പറയുന്നവരാകുക എന്നത് അരുത്, പ്രയാസം തന്നെ. അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഉള്ള ക്ഷമയും മറ്റൊക്കെ ഇല്ലാത്ത ഒരാളിൽ നിന്നും വളരെ വിനീതമായ വാക്കുകൾ വരുന്നത് അപൂർവമായിരിക്കും. ക്ഷമയില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യത്തിലേക്കുള്ള കടന്നു പോകും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മിതമായ വാക്കുകൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് കവി പറയും. താങ്ക് യു സർ. ഖുറൽ 419. നുണങ്ങിയ കേൾവിയവർ അല്ലാർ, വണങ്ങിയ വായിനർ ആദൽ അരുതു. സൂക്ഷ്മശ്രുതി ജ്ഞാനമറ്റോർ, വിനീതമാം വാക്കുകളോതൽ അരിപ്പം. സൂക്ഷ്മമായ കേൾവിജ്ഞാനവും തന്മൂലമുള്ള സംസ്കാരവും ഇല്ലാത്തവർ വിനയമധുരമായ വാക്കുകൾ പുറപ്പെടുവിക്കുന്നത് എങ്ങനെ? അത് സാധ്യമായ ഒന്നല്ല. പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നകന്ന് സ്വഭവനം വിട്ട് ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്നു. ഗുരുമുഖത്തു നിന്നും വാമൊഴിയായിട്ടാണ് അറിവുകൾ പകർന്നു നൽകിയിരുന്നത്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പ്രാപ്തരാക്കുക, വിനയം, സത്യസന്ധത, അച്ചടക്കം, സ്വാശ്രയത്വം, എല്ലാ സൃഷ്ടികളെയും ബഹുമാനിക്കുക, ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിലാണ് അന്നത്തെ പഠന സമ്പ്രദായം നിലനിന്നിരുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഗുരുക്കന്മാർ കഥ പറയുന്ന രീതികൾ ഉപയോഗിച്ചിരുന്നു. ഇപ്രകാരം വാമൊഴിയായും സംവാദങ്ങളിലൂടെയും ലഭിച്ച അറിവ് ഒരുവനെ സംസ്കാരത്തിന്റെയും സത്യസന്ധതയുടെയും വിനയത്തിന്റെയും അത്യുന്നതിയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളായി മാറി. നല്ല ഭാഷണം കേൾക്കുക എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ സംസ്കാരം, സ്വഭാവം, വ്യക്തിത്വം എന്നിവയുടെ സമ്പുഷ്ടീകരണം, വികസനം, ഉദാത്തമായ ആശയങ്ങളുടെ സംസ്കരണം എന്നിവയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് ഈ ഖുറൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സൂക്ഷ്മശ്രുതി ജ്ഞാനം മറ്റോർ, വിനീതമാം വാക്കുകൾ ഓതൽ അരിപ്പം. താങ്ക് യു സർ. കേൾക്കുന്നില്ല, മ്യൂട്ടാ. കേൾക്കുന്നില്ല. Quran 4:19 states that those having no habit of attentive listening cannot be soft-spoken men. A person who does not have subtle knowledge that is heard and knows, it will be a rare thing to speak words of reverence through his mouth. ശ്രദ്ധയോടെ കേൾക്കുന്ന ശീലമില്ലാത്തവർക്ക് മൃദുവായ ഭാഷയിൽ സംസാരിക്കുവാൻ മനുഷ്യനാകുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കും. ഖുറൽ 4:90. നുണങ്ങിയ കേൾവിയാർ അല്ലാർ, വണങ്ങിയ വായിനാർ ആയത് അരുത്. 4:20. കവി അവസാനമായിട്ട് പറയുകയാണ്, രണ്ട് തരത്തിലുള്ള രുചിയുണ്ട്. വായ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടാകുന്ന രുചിയും ചെവിക്ക് കേൾവി മുഖാന്തരം കിട്ടുന്ന രുചി. ഇതിൽ ഒന്ന് മാത്രം രുചിച്ചു പോകുന്ന ആള്
ഈ ഭൂമിയിൽ ഇരുന്നാൽ എന്ത്, ജീവിച്ചാൽ മരിച്ചുപോയാൽ എന്ത് എന്നുള്ള രീതിക്കാണ് കവി ചോദ്യം ചോദിക്കുന്നത്. അത് അത്രയും പ്രാധാന്യമുണ്ട് കാതുകൊണ്ട് ശ്രവിക്കേണ്ട കാര്യങ്ങൾക്ക് ശ്രവിച്ചേ പറ്റുന്നുള്ളത്. അതാ പറയുന്നത്. ചെവിയിൽ സുവൈ ഉണരാ വായുണർവിൻ മാക്കൾ അവീനും വാഴിനും എൻ. ചെവിയിൽ സുവൈ, കാതുകളാൽ ആസ്വദിക്കപ്പെടേണ്ടതായ രസങ്ങളെ, ഉണരാ അറിയാത്തവരും, വായുണർവിൻ വായുകൊണ്ട് ആസ്വദിക്കേണ്ട രുചികളെ മാത്രം അറിയുന്നവരും ആയ, ഇവിടെ പറയാണ് മാക്കൾ എന്ന് പറഞ്ഞാൽ മൃഗതുല്യരായ മനുഷ്യജന്മങ്ങൾ, അവീനും മരിച്ചാലും വാഴിനും മരിക്കാതെ ജീവിച്ചിരുന്നാലും ഈ ലോകത്തിന് അവരെ കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം എന്താണ് എന്ന് ഒരു ചോദ്യചിഹ്നത്തോടു കൂടി കവി ഇവിടെ ആ കേൾവി ജ്ഞാനത്തിനെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നു. ഓവർ. ഖുറാൻ 420. ചെവിയർ ചുവയുണരാ വായുണർവിൻ മാക്കൾ അവിയിനും വാഴിനും എൻ. കാതിനുണർവില്ലാതെ വായ് ഉണർവെഴും കാലിവാഴ്കിൽ വാഴായിലും എന്തേ. ജീവിച്ചിരിക്കുകയോ മരിച്ചിരിക്കുകയോ അത് നാവിന്റെ രുചി മാത്രം വിലമതിക്കുന്ന ആഹ്ലാദപ്രിയൻ, ഇതിൽ എന്താണ് വ്യത്യാസം? വിജ്ഞാന രുചി കർണത്താൽ കേൾക്കാതെ രസനാരുചി കൊണ്ട് തൃപ്തരിറന്നാലും ഇരന്നാലും ഒരേ ഫലം. ഉപസംഹാരം വളരെ പ്രധാനപ്പെട്ട ഒരധ്യായം തന്നെയായിരുന്നു. പഠിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ നല്ല ഉപദേശം കേൾക്കട്ടെ, അതുപോലും അവന് വലിയ അന്തസ്സ് നൽകും. ഒരു കാര്യം അപൂർണമായിട്ടാണ് അവൻ മനസ്സിലാക്കിയതെങ്കിലും അവൻ കുറെ അധികം പഠിക്കാൻ ശ്രമിക്കുകയും ഉത്സാഹത്തോടെ ആ ഉപദേശങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ വലിയൊരു പങ്ക് വരെയും വിഡ്ഢിത്തരം പറയില്ല. കേൾക്കുന്നുണ്ടെങ്കിലും നിർദ്ദേശത്താൽ വിരസത തോന്നാത്ത ചെവി ബധിരമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ദേശം ലഭിക്കാത്തവരുമായി എളിമ, ആദരണീയമായ വാക്ക് കണ്ടെത്തുന്നത് വളരെ അപൂർവമായി. അപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചാലും ജീവിച്ചില്ലേലും പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ അവൻ തീറ്റയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയതെങ്കിൽ ചെവിയുടെ കാര്യം ശ്രദ്ധിച്ചവനെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വിലമതിക്കേണ്ടതും. അതുകൊണ്ട് മരണത്തോളം നമുക്ക് പഠിക്കുന്നവരാകാം, കേൾക്കുന്നവരാകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഈ മാറ്റിനി വെബിനാറിന്റെ ഏറ്റവും വലിയ ഒരു ഗുണവും അല്ലെങ്കിൽ അത് ചെയ്യുന്ന സേവനവുമാണ് ഇന്നത്തെ ഖുറൽ. അനേകരെ കേൾക്കാൻ, എല്ലാ വിഷയമൊന്നും നമുക്ക് പിടികിട്ടുന്നില്ലായിരിക്കാം, എങ്കിലും കേൾക്കാൻ അതിന് സന്നദ്ധമാകുമ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിത നിലവാരം മാറും. താങ്ക് യു. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. മോഹൻ സാർ, മറ്റ് വിശദീകരണം നൽകിയ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട ബാബു സാർ, സഹോദരന്മാർ, എല്ലാവരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. Thank you, sir. Kural 420 from the Tirukural emphasizes the importance of
intellectual nourishment over mere sensory gratification. Here is a breakdown and a modern takeaway. The core message. The Quran states that those who only indulge in the pleasures of the tongue, taste, and neglect the pleasures of the ear, learning and wisdom, might as well be dead, regardless of whether they are physically alive. It highlights the significance of acquiring knowledge and wisdom through listening and learning key concepts. Sevin Suvai, the pleasure of the ear, referring to the joy derived from listening to wise words, knowledge, and meaningful discourse. Vayin Unarvu, the sensation of the mouth, signifying the enjoyment of food and physical taste. The Quran is essentially contrasting the value of intellectual pursuits with the temporary pleasure of eating. Beyond sensory gratification. In today's world, where instant gratification is prevalent, Quran 420 serves as a reminder to seek deeper meaning and intellectual fulfillment. It encourages us to cultivate a love for learning, engaging in meaningful conversations, and expanding our knowledge beyond the superficial. Balanced living. While enjoying the pleasures of food is essential, it should not be the sole focus of life. A balanced life involves nurturing the mind and soul through continuous learning and intellectual growth. The importance of active listening. The Quran emphasizes the value of listening, a skill that is often overlooked in our fast-paced world. Active listening allows us to gain new perspectives, learn from others, and deepen our understanding of the world. Information age relevance. In the information age, where there is vast information available, the Quran is even more relevant. It is important to filter the information that we consume and to seek wise counsel and knowledge that enriches our lives. In essence, Quran 420 urges us to pursue a life of intellectual depth and wisdom rather than merely indulging in fleeting sensory pleasures. Severe ചുവൈ ഉണര വായുണർവിൻ മക്കൾ അവിയനും വാഴിനും എൻ സുന്നേക്ക് മജ ന കർണേവാല മുഹ്കി മജ കരേസ് वे सुनने की वे लोग जिए या मरे क्या फायदा. What differs while glutton who cherishes only taste of tongue without enjoying flavor of hearing live or die. When considering chapter 42 of the Tirukural, Kelvi, hearing or listening, the overarching conclusion is a profound emphasis on the value of auditory learning and intellectual engagement. It is a hearty, touching poem in the sense that it resonates deeply with the human desire for wisdom and understanding. Here is a short, heartfelt poem summarizing chapter 42, Kelvi or hearing. The tongue's sweet taste, a fleeting art, but wisdom's words, they touch the heart. Through listening ears, true riches flow. A deeper knowing starts to grow. Neglect the sound of learned grace, and life's true beauty you will misplace. Let wisdom's voice, guiding light, lead you from darkness into bright. Thank you all. I have learned so much from each of you, and I am truly grateful for the connections we have made. Thank you, Sabu sir.
Nayanar sir, Joshi sir, Usha ma'am, Sheila ma'am, George sir, Roy sir, Ulahannan sir, Srikumari ma'am, Nasima ma'am, for making this evening so special. Thanking Anil Kumar sir and Matthew sir. Thank you, Sabu sir. Thank you all. Thank you all. Thank you, Sabu sir also. യെസ്. അപ്പം അടുത്ത ആഴ്ച എന്തായാലും സാർ മോഹൻദാസ്. അതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് കുറലിന് രണ്ടൊരു ഉദാഹരണം ഇതായിട്ട് പറയുകയാണ്, അനുഭവത്തിൽ നിന്നുള്ളതാണ്. 416 17. അതായത് ചില അറിവ് എന്ന് പറയുന്നതിന്റെ ഇത് പറയാണ്. ചില വാക്കുകളിലും ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ മാത്രമേ അതിന്റെ പൊരുൾ അറിയുന്നുള്ളൂ. ഒന്ന്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് ഭക്ഷിക്കുക എന്ന് പറയാ, അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറയാ. ഉദാഹരണത്തിന് വട കഴിക്കുക, കോഫി കഴിക്കുക എന്ന് പറയാറുണ്ട്. അതുപോലെ ഷർട്ട് ഇടുക പറയുക, അങ്ങനെയുള്ള വാക്കുകളും പറയാറുണ്ട്. മാല ധരിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ ധരിക്കുക അല്ലെങ്കിൽ ഇടുക എന്ന് പറയുന്നതിന് അർത്ഥവും ഭക്ഷിക്കുക എന്നുള്ള പറയുന്നത് രണ്ടാണ്. സാധാരണ ഒരു കൃപാനന്ദ വാര്യർ എന്നുള്ള ഒരു പ്രഭാഷകരുണ്ടായിരുന്നു. അങ്ങോട്ട് ചോദിച്ചു, സാധാരണ നമ്മളെല്ലാം പറയാറുണ്ട് കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, ആഹാരം കഴിച്ചു. പക്ഷെ ഈ വെറ്റില മുറുക്കിനെ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ. വെറ്റില കഴിക്കാന്ന് പറയാറില്ല, ഭക്ഷിക്കാന്ന് പറയാറില്ല, മുറുക്ക് കൂടുകയെന്ന് മാത്രമേ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, മറ്റേ ഇതൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതും നമുക്ക് ദേഹത്തിന് ഉന്മേഷമൊക്കെ തരുന്ന ഒരു പദാർത്ഥമാണ്, ആഹാര പദാർത്ഥം മാത്രമേ ഭക്ഷിക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്ന് പറയുള്ളൂ. അതേസമയം ഈ മുറുക്കൊക്കെ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ശേഷം ഒരു ആലങ്കാരികമായിട്ട് ഇടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ വെറ്റില പോടുങ്കൽ എന്നേ പറയത്തുള്ളൂ, വെറ്റില ഇട്ടോളൂ എന്ന് പറയത്തുള്ളൂ, കഴിക്കാൻ എന്നുള്ളത് പറയത്തില്ല എന്നോട് ഇത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഇതാണ്. പിന്നെ ഒന്നുള്ളത്, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവരുടെ സൂക്ഷ്മമായ അറിവുണ്ട് ഉള്ളതിന് ഒരു ഉദാഹരണമായിട്ട് കാമരാജർ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നു, വളരെയധികം ഉള്ള ഒന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, ഗാന്ധിജിയുടെ ഇരിക്കുന്ന ഒരു ചിത്രം ഒരു ആർട്ടിസ്റ്റ് വരച്ച്, ഭാഷ്യം എന്ന് പറഞ്ഞ ഒരാളാണ് വരച്ചത്. അത് അങ്ങേർക്ക് മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ് എല്ലാ സർക്കാർ ഓഫീസുകളിലും അദ്ദേഹത്തിന്റെ ആ ഗാന്ധിജിയുടെ ആ ഇരിക്കുന്ന ആ ചിത്രം പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതിൽ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ആ പോർട്രേറ്റ് ഹാങ് ചെയ്യണം, HANG, ഹാങ് ചെയ്യാന്ന് പറഞ്ഞു എല്ലാ ഓഫീസുകളിലും. അപ്പൊ ഇദ്ദേഹം ഇംഗ്ലീഷിന്റെ പാണ്ഡിത്യം ഇല്ലെങ്കിലും ആ ഹാങ് എന്ന് പറഞ്ഞാൽ തൂക്ക് ഇടുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം അത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഹാങ്ങിന് പകരം ഇൻസ്റ്റാൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിൽ മറ്റുള്ളവർക്ക് മനസ്സിലായി ഇങ്ങർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഇദ്ദേഹം കണ്ടുപിടിക്കില്ലാന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കേൾവി ജ്ഞാനം കൊണ്ട് അത് പറഞ്ഞു. ഹാങ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ തൂക്കുക എന്നുള്ള മീനിങ്ങിലായി പോകും. അതിന് പകരം ആ വേർഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള വാക്ക്. അതുകൊണ്ട് അപ്പൊ കേൾവി ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതിന്റെ മഹത്വത്തിനാണ് ഈ രണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞത്. അടുത്തത് വന്നിട്ട് ഈ രണ്ടും, അതായത് ഇപ്പം കേട്ട് ഉള്ള അറിവും മറ്റു മാത്രം പോരാ, വിദ്യ നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് തിരുക്കുറളിൽ വള്ളൂരും പറയുന്നുണ്ട്, നമുക്ക് വിദ്യയിൽ കൂടിയുള്ള അറിവും കൂടി വേണം എന്ന് പറയുന്നുണ്ട്. നോളജ് കൂടി വരണം. വിദ്യ ശുദ്ധിജ്ഞാനം കൊണ്ട് ഫലവത്താവുന്നതോടൊപ്പം യഥാർത്ഥമായ അറിവും കൂടി ചേരുമ്പോൾ കൂടുതൽ പ്രകാശമാനമാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനത്തെക്കുറിച്ച് അടുത്ത അധികാരത്തിൽ അറിവ് എന്നുള്ളതിലെ 43-ാം അധ്യായത്തിൽ കവി പറയുന്നുണ്ട്. അറിവ്, ഓക്കെ, നോളജ്. പിന്നെ ഇന്ന് വളരെ എല്ലാവരും സമയം ഇത് പാലിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി നമ്മുടെ ഇതായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യം 8:30 തന്നെ നിർത്താൻ സാധിക്കും. പിന്നെ ഒന്നുകൂടി എനിക്ക് ഇത് പറയാനുള്ളത്, ഓരോരുത്തർക്കും സാബു സാറ് ഒരു ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലുള്ളവർ മലയാളത്തിലോട്ട് അതിന്റെ വിശദീകരണവും വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് എടുത്ത ആൾക്കാർ ഇംഗ്ലീഷിൽ മാത്രം ഒന്ന് ഒതുങ്ങി നിന്നാൽ മതി. വീണ്ടും മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതും ആവർത്തനമാകുന്നു എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ളത്
നമ്മളൊരു ജസ്റ്റ് ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇംഗ്ലീഷിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് മലയാളത്തിലോട്ട് കടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു ഇതാണ്. എത്ര എന്താണ് തിരുക്കുറൾ എത്ര വ്യാഖ്യാനിച്ചാലും തീരത്തില്ല. 1 മണിക്കൂർ കൊണ്ടൊന്നും തീരാൻ പറ്റത്തില്ല. നമ്മൾ 7:10 തുടങ്ങി 8:32 ഇപ്പം ഇതായിട്ടുണ്ട്. എല്ലാവരുടെ സഹകരണത്തിനും നന്ദി. ഇതേ ഇതിന് തുടർന്നുകൊണ്ട് സാർ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ നിങ്ങൾ വായിച്ചോളൂ, കുറിച്ച് വെച്ചോളൂ. നമുക്കത് പുസ്തക രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്താം. അങ്ങനെ വളരെയധികം ഇതിലുണ്ട്. ഇന്ന് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. മഹാഭാരതത്തിൽ നിന്നും ബൈബിളിൽ നിന്നും പിന്നെ ഗീതയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പുസ്തക രൂപത്തിലാക്കുമ്പോൾ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നന്ദി എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുകയായിരുന്നു. ഓരോ അധ്യായം കഴിയുമ്പോഴും വളരെ ചെറുതാണെങ്കിലും വളരെ അർത്ഥം മൂല്യമുള്ള അല്ലെ വാല്യൂഡ് ആയിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോകും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള തലങ്ങളുണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള തലങ്ങളുണ്ട്. റിലീജിയസ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. മോഹൻദാസ് സാർ നമുക്ക് നൽകിയ ഈ ഒരു വലിയ അറിവിന്റെ തുടക്കം വളരെ പ്രയോജനകരമായി. അടുത്ത ആഴ്ച എന്തായാലും സാർ പറഞ്ഞു അറിവ്, നോളജ് അല്ലെ? ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. സാർ 8:30 ക്ലാസ് ഉണ്ടാ? എനിക്ക് വയ്യാണ്ട് ചേർന്ന ഇന്നില്ല മാം, ഇന്നില്ല. ഞാൻ 8:30 ക്ലാസ് ഞാൻ പറയാം, ഞാൻ വിളിക്കാം, മാമിനെ വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.